ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന അറിവ് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് സാലറി നിൽക്കുന്ന ആരെല്ലാം അവർക്ക് കിട്ടുന്ന എമൗണ്ടുകൾ ഏതെല്ലാം എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ടോപ്പ് 5 ലോവസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പേര്, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ടോപ്പ് 5 മാത്രമാണ് എടുത്തിട്ടുള്ളൂ. രണ്ടിലും ടോപ്പ് 5 ആണ് എടുത്തിട്ടുള്ളൂ, ലോവസ്റ്റിലും ടോപ്പ് 5 ആണ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പ് 10 വേണമെങ്കിൽ ടോപ്പ് 10 കൊടുക്കാം, അതുപോലെ തന്നെ ടോപ്പ് 2 കൊടുക്കണമെങ്കിൽ ടോപ്പ് 2 കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഇപ്പോൾ ടോപ്പ് 5 ഹയസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന ഏറ്റവും കൂടിയ എമൗണ്ട് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഇവിടുന്ന് എംപ്ലോയിയുടെ നെയിം എങ്ങനെയാണ് ഷോ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ഇതിനായിട്ട് ഞാൻ ഈക്വൽ ടു ലാർജ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, LARGE. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത ഫംഗ്ഷൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറേ കെ എന്ന് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഹയസ്റ്റ് സാലറിയുടെ എമൗണ്ട് കാണാൻ പോകുന്നത്? ഈ ഒരു സാലറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഈ സാലറി മൊത്തം സെലക്ട് ചെയ്തു. ഓക്കെ, കോമ, വീണ്ടും കെ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കെ എന്നൊരു ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ, അതായത് ഏതിനെ ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ എമൗണ്ട് കെ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ ടോപ്പ് 1ൽ നിൽക്കുന്ന സാലറി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കെ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 1 എന്നൊരു ഫംഗ്ഷൻ എന്ത് ചെയ്ത് കൊടുക്കുക എന്ന്, ഈ ഒരു 1 എന്ന സീരിയൽ നമ്പറിൻ്റെ ഫസ്റ്റ് സെൽ എന്ത് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ, ഫിഫ്ത്ത് ആണോ എന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എൻ്റർ അടിച്ചു. 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. വീണ്ടും ഈ സെല്ലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ മൂലയിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, 2ാമത്തെ സാലറി, 3ാമത്തെ സാലറി, 4ാമത്തെ സാലറി, 5ാമത്തെ സാലറി. 5ാമത്തെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്, 1,65,000 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് 5 ലോവസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന ആദ്യത്തെ 5 പേര് ആയിരിക്കും എന്ന് അറിയണം. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു നേരത്തെ ഹയസ്റ്റ് യൂസ് ചെയ്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ലോവസ്റ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. സ്മോൾ എന്നൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. വീണ്ടും ആരെയും തന്നെ ചോദിച്ചിട്ടുണ്ട്, നേരത്തെ സെലക്ട് ചെയ്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, സാലറി മൊത്തം സെലക്ട് ചെയ്തു, കോമ, അതുപോലെ തന്നെ 1 എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ കണ്ടോ, ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന സാലറി എന്ന് എത്രയാണ്, 2,000 രൂപയാണ്. അതായത് ടോപ്പ് 5 ലോവസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപ, 2,000 രൂപയാണ്. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് 5ൽ നിൽക്കുന്നത് എത്ര, 9,500 രൂപയാണ് നിൽക്കുന്നത്. ഇതിന് ശേഷം ഞാൻ പറയും എംപ്ലോയിയുടെ നെയിം ഇവിടെ ഷോ ചെയ്യണമെന്ന് കരുതുക. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇൻഡെക്സ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇവിടെ അറേ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അറേ നമ്പറൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാം, ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ടോപ്പ് 5 ഹയസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന ആളിൻ്റെ പേര് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, അറേ എന്നൊരു ഓപ്ഷനായിട്ട് ഈ ഒരു ടേബിൾ മൊത്തം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം കോമ, മാത്തമാറ്റിക്സ്, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലുക്കപ്പ് വാല്യൂ ചോദിച്ചിട്ടുണ്ട്, ലുക്കപ്പ് അറേ ചോദിച്ചിട്ടുണ്ട്, മാച്ച് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാം. ഏതൊരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണോ ഇവിടെ നെയിം ഷോ ചെയ്യേണ്ടത് അതാണ് ഇവിടെ ലുക്കപ്പ് വാല്യൂ. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, ടോപ്പ് 5 ഹയസ്റ്റ് സാലറി കിട്ടുന്ന ആളിൻ്റെ പേരാണ്. അതിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ടോപ്പ് 5 ഹയസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന ആളിൻ്റെ ഫസ്റ്റ് പേരാണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കാം, ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നെയിം ഷോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ലുക്കപ്പ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്ത് കൊടുത്തത്, സാലറിയുടെ ഫസ്റ്റ് സെല്ല് എന്ത് ചെയ്ത് കൊടുത്തത്, സെലക്ട് ചെയ്ത് കൊടുത്തത്, കോമ. ഇതിന് ശേഷം അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ,
ലുക്കപ്പ് അറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലുക്കപ്പ് അറിയായിട്ട് ചെയ്ത് കൊടുക്കാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ഒരു ടേബിളിന്റെ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മളിപ്പോൾ ടോപ്പ് 5 ഹയസ്റ്റ് സാലറിയിൽ നിൽക്കുന്ന ആളിന്റെ പേര് മെൻഷൻ ചെയ്യേണ്ടത്, അതാണ് ലുക്കപ്പ് അറിയായിട്ട് കൊടുക്കേണ്ടത്. ലുക്കപ്പ് ചോദിക്കുമ്പോൾ ഈ ഒരു ടേബിളിന്റെ ഫസ്റ്റ് സെല്ലും ലുക്കപ്പ് അറിയായിട്ട് ചോദിക്കുമ്പോൾ ഈ മെയിൻ ടേബിളിൽ എന്ത് ചെയ്ത് കൊടുക്കാം, ഫുൾ സാലറിയുടെ സെല്ലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം കോമ, വീണ്ടും ഇവിടുന്ന് ലെസ് ദാൻ എക്സ്ട്രാക്ട് മാച്ച് ഗ്രേറ്റർ ദാൻ. ഇനി ഇവിടുന്ന് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂ അവിടെ ഉണ്ടെന്ന് തെളിയിക്കണം. വാല്യൂ ഇല്ലെങ്കിൽ അവിടെ 0 എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് മാച്ച് കൊടുത്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കോമ. ഇനി നമ്മളിപ്പോൾ നേരത്തെ തന്നെ ചോദിച്ചിരുന്ന ഒരു മാച്ച് നമ്പർ ചോദിച്ചിരുന്നു. അതായത് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഇതിവിടെ ഒരു മാച്ച് നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ മൊത്തം സെലക്ട് ചെയ്തു, കോമ, നമുക്ക് എന്ത് ചെയ്യാം, കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ, മാച്ച് നമ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, 2 എന്ന് സെലക്ട് ചെയ്യാം. ഈ 2 എന്നത് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കാരണം സാലറിയുടെ സെല്ല് എത്രാമത്തെ, ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് സാലറിയുടെ സെല്ല് എത്രാമത്തെ ഷീറ്റിലാണ് നിൽക്കുന്നത് നോക്കി, എത്രാമത്തെ സെല്ലിലാണ് നോക്കി, നെയിം കഴിഞ്ഞിട്ട് 1, 2, നെയിം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇതിലാണ് സാലറിയുടെ ഡേറ്റ കിടക്കുന്നത്, മീൻസ് സെല്ല് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് 2 എന്നിട്ട് ഇത് ചെയ്ത് ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഞാൻ വീണ്ടും ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ 50,000 കിട്ടുന്ന ആളിൻ്റെ ഫസ്റ്റ് പേര് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഹിസാന എന്നൊരു വ്യക്തിക്കാണ് 50,000 രൂപ സാലറി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനീനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ ഒരു ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സാലറി കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം കിട്ടുന്ന ആളിൻ്റെ പേര് നമുക്ക് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഹിസാന എന്നൊരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, രണ്ടാമത്തെ സ്ഥാനം ഫസ്നയ്ക്കാണ് 1,95,000 രൂപ. മൂന്നാമത്തെ സ്ഥാനം ഹസ്നയ്ക്കാണ് 1,85,000 രൂപ. നാലാമത്തെ സ്ഥാനം മിന്നുവിനാണ് 1,75,000 രൂപ. അഞ്ചാമത്തെ സ്ഥാനം ഫാത്തിമ എന്നൊരു സ്റ്റുഡൻറ്റിന് ഒരു വ്യക്തിക്കാണ് 1,60,000 രൂപ. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ടോപ്പ് 5 ലോവസ്റ്റ് സാലറി കിട്ടുന്ന ആളിൻ്റെ പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു, Ctrl+C അടിച്ച് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, എൻ്റർ അടിച്ച് ഞാൻ ഇവിടുന്ന് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. വീണ്ടും ഇവിടുന്ന് ഹിസാന എന്നാണ് കിട്ടുള്ളൂ. അതായത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ലുക്കപ്പ് വാല്യൂ നമുക്ക് ചെയ്ത് കൊടുക്കാം, ലോവസ്റ്റ് സാലറി കിട്ടുന്ന ഫസ്റ്റ് സെല്ല്. അതായത് ഇപ്പോൾ ഇതിനെ ബേസ് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഇതിനെ ബേസ് ചെയ്താൽ കണ്ടത്, അതുപോലെ തന്നെ എന്ത് ചെയ്ത് കൊടുക്കാം, ടോപ്പ് 5 ലോവസ്റ്റ് സാലറിയിൽ കിട്ടുന്ന ഫസ്റ്റ് സെല്ല് എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം, ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഒന്നാമത്തെ ആളുടെ പേര് കിട്ടിയിട്ടുണ്ട്. സെയ്ദ് എന്നൊരു വ്യക്തിക്കാണ് 2,000 രൂപയാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, മൂന്നാമത്തേത് കണ്ടോ, സെയ്ദ് എന്നൊരു വ്യക്തിക്ക് 2,000 രൂപയാണ് കിട്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം മമ്മൂനാണ്, മൂന്നാമത്തെ സ്ഥാനം അഹമ്മദിനാണ്, നാലാമത്തെ സ്ഥാനം ഖാദറിനാണ്, അഞ്ചാമത്തെ സ്ഥാനം ഫാദുവിനാണ്. ഓക്കെ, 95,000 രൂപയാണ് ഫാദു എന്നൊരു വ്യക്തിക്ക് അവിടെ ലഭിക്കുന്നുണ്ട് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ നിന്ന് പോയി 95,000 മാറ്റി ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 ലക്ഷം ആക്കാന്ന് വയ്ക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ആക്കാന്ന് വയ്ക്കാം. ഒറ്റ 10, 100, 1000, 10,000 ലക്ഷം. അപ്പോൾ ആക്കിയിട്ട് കണ്ടോ, ഓട്ടോമാറ്റിക്കായി അവിടെ എന്ത് വരും, ഞാനിപ്പോൾ പറഞ്ഞു ടോപ്പ് 5 എന്നൊരു കാറ്റഗറി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 2 ലക്ഷം ആക്കിയപ്പോൾ അസുവ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഫാദിയുടെ സ്ഥാനത്ത് അസുവ കയറി വന്നു. ഓക്കെ, 10,50,000 ആക്കി. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു 2 ലക്ഷം വരെയാണ് ഞാൻ ഇവിടുന്ന് എമൗണ്ട് എടുത്തിട്ടില്ല, ടോപ്പ് 5 വരെയാണ് ഞാൻ കാറ്റഗറി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ടോപ്പ് 5 നിന്ന് ഫാദി മാറി ഓട്ടോമാറ്റിക്കായിട്ടും അസുവ വന്നത്. നമ്മളിപ്പോൾ ഈ ടേബിളിന് ജസ്റ്റ് ഒന്ന് വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഒരു മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദ് എന്നൊരു വ്യക്തിക്കാണ് 2,000 രൂപ ലഭിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ഇവിടുന്ന് 2,000 മാറ്റി ഞാനൊരു 20,000 ആക്കാൻ നോക്കി. ഇപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ടും കണ്ടോ, സെയ്ദ് എന്ന വ്യക്തി രണ്ടാമത്തെ സ്ഥാനത്ത് പോകും, വീണ്ടും ഒന്നിലെന്താവും, മമ്മോ. ഇപ്പോൾ മമ്മൂന്ന് ലഭിക്കുന്ന സാലറി, ഇപ്പോൾ ലഭിക്കുന്ന സാലറി 2,150 രൂപയാണ് മമ്മോ എന്നൊരു വ്യക്തിക്ക് അവിടെ സാലറി ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മമ്മോ ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് ഇതിലേക്ക് ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഖാദർ എന്നൊരു ഇതിനൊക്കെ എടുക്കുന്ന സാലറി എത്രയാണെന്ന് നോക്കി, 75,000 രൂപ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഖാദർ മാറ്റി ഞാൻ ഇവിടെ നിന്ന് 75,000 മാറ്റി 1,75,000 രൂപയാക്കി. അപ്പോൾ കൊണ്ട് ഖാദർ എന്നൊരു വ്യക്തി അവിടെ നിന്ന് എന്ത് പോവാണ്, റിമൂവ് ചെയ്ത് പോവാണ്. ഞാൻ പറയും ടോപ്പ് 5 മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ടോപ്പ് 5 വ്യക്തികളുടെ പേര് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, മെൻഷൻ ചെയ്ത് കൊടുക്കും.